ഫ്രണ്ട്സ്, നമ്മൾ ഉഴുന്ന് അരച്ച് വെച്ചു. പിന്നെ ഇതിൽ ചേർക്കേണ്ടത് കണ്ടില്ലേ, ഉഴുന്ന് കുതിർത്തിയത് അരച്ച് വെച്ചു. അരച്ചു. പിന്നെ ഇത് പച്ചമുളക്, ഇത് ചെറിയ ഉള്ളി, ഇത് മല്ലിയില, ഇത് കുരുമുളകൊന്ന് ചതച്ചത്, ഇത് ഇഞ്ചിയുടെ ഒരു കുഞ്ഞി കഷ്ണം. ഇത്രയും കൂട്ടം നമ്മളിതിൽ ചേർക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഉഴുന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് അതിലേക്ക് ഇടേണ്ട സാധനങ്ങൾ ഇടാം, ചേർക്കേണ്ടതായിട്ടുള്ളത്. ഇത് ഉപ്പ്, ഓക്കെ, ഉപ്പിട്ടു. ഇതൊരു 3 ടീസ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ, ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണേ. അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, അതാണ്. പിന്നെ ഇത് നമ്മുടെ ഒന്നുള്ളിൽ ബ്ലീച്ചിങ് സോഡ ഇടുന്നുണ്ട്. പിന്നെ അതിലേക്കുള്ളത് ഇഞ്ചിയും പച്ചമുളക്, ചെറിയ ഉള്ളി, മല്ലിയില, ഇത് കുരുമുളക് കേട്ടോ, നുറുക്കിയെടുക്കണം കുരുമുളക്. അപ്പോൾ നമുക്കിത് ഇതിൽ ചേർത്താം എല്ലാം. ഒരു കൈ കൊണ്ട് മൊബൈൽ പിടിക്കുന്ന കാരണം. അപ്പോൾ നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അത് എല്ലാം ഇട്ട് കുഴച്ചെടുത്തു. ചെറിയ ഉള്ളിയും കുരുമുളക് പൊടിയും മല്ലിയിലയും എല്ലാം. 2 കറിവേപ്പിലയും കൂടി ഇടാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഉരുട്ടി ഇടണം. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണേ. ഇതേ കണ്ട, ഇങ്ങനെ കയ്യിലെടുത്തിട്ട് നമുക്ക് ഇത് കഴിക്കാനാകുമ്പോൾ നമ്മൾ വലിയ റൗണ്ടൊന്നും നോക്കില്ല. എന്നാലും ചിലതൊക്കെ റൗണ്ടാവും കേട്ടോ. ഇത് കണ്ട, ഇതൊക്കെ നല്ല റൗണ്ടായില്ലേ. ഞാനിത്തിരി ശ്രദ്ധിച്ചുണ്ടാക്കുകയാണെങ്കിലൊക്കെ നല്ലതാണ്. നല്ല റൗണ്ടായിട്ട് പൊന്തിയൊക്കെ കിട്ടും. നല്ല കളറാക്കി എടുക്കണം. ബ്രൗൺ കളർ, നല്ല ബ്രൗൺ കളർ, ചുവന്ന കളറായി വരണം. ഇത് എന്നാലേ ഉള്ളൊക്കെ വേവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ പതിവ് പോലെ ഞാൻ പറയണില്ല, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. സബ്സ്ക്രൈബറൊക്കെ വളരെ കുറവാണ്, കാല് വന്നിട്ട് വേണം. അപ്പോൾ